ഫ്രീ കൺവെക്ഷൻ അല്ലെ നാച്ചുറൽ കൺവെക്ഷൻ അതിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഫ്രീ കൺവെക്ഷൻ അല്ലെ നാച്ചുറൽ കൺവെക്ഷൻ എന്താണെന്ന്. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്വറിംഗ് due to temperature difference between a surface and a moving fluid where the movement is generated by buoyancy force. അതായത് നമുക്കറിയാം കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡും സറൗണ്ടിങ് മൂവിങ് ഫ്ലൂയിഡും തമ്മിലുള്ളതാണ്. അപ്പോൾ അതിന് രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് അവിടെ ഒരു നാച്ചുറൽ കൺവെക്ഷൻ കറണ്ട് ഉണ്ടാവും. ഇൻ എ ബോയിലർ ഹീറ്റ് ഈസ് ബോയിലർ അറിയാമല്ലോ എന്താണെന്നുള്ളത്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം hot surface to adjacent fluid and gets heated and its density decreases and light water moves up and heavy water comes down and gets heated. ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ബോയിലറിൽ ഇതേപോലെ ഫ്രീ കൺവെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ ഒരു മെയിൻ നമ്പർ പഠിച്ചായിരുന്നു. ബേസിക്കലി വൈശാഖെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശ്രദ്ധിച്ചിരിക്കട്ടോ, വീണ്ടും പറയാൻ പറയരുത്. കാരണം ശ്രദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും പറഞ്ഞു തരാൻ പ്രശ്നമൊന്നുമില്ല മനസ്സിലായില്ലെങ്കിൽ. പക്ഷെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് പറഞ്ഞു തരാൻ പറയരുത്. അപ്പോ ഗ്രഷോഫ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ സെയിം മറ്റേതിലെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചത് എന്തിനാണ്? ടർബുലന്റ് ആണോ അല്ലെങ്കിൽ ലാമിനാർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പോലെ തന്നെ നാച്ചുറൽ കൺവെക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഗ്രഷോഫ് നമ്പർ. ഇവിടെ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്നില്ല, ഗ്രഷോഫ് നമ്പർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രീ കൺവെക്ഷൻ. നമ്മൾ ഓരോന്നും മാറിപ്പോകരുത്, എന്താണ് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് പഠിക്കണം. ഗ്രഷോഫ് നമ്പർ ഈസ് യൂസ്ഡ് ഇൻ നാച്ചുറൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ആൻഡ് ബോയൻസി ഫോഴ്സ് ടു ദ സ്ക്വയർ ഓഫ് വിസ്കസ് ഫോഴ്സസ്. അതും കാണാതെ പഠിക്കാൻ മെനക്കെടണ്ട, ഡേറ്റാ ബുക്കിലുണ്ട്. ഒരു മിനിറ്റ്, ആ ഡേറ്റാ ബുക്കിലെ പേജ് നമ്പർ ഞാൻ ഒന്ന് എടുത്തോട്ടെ, ഒന്ന് ഓപ്പൺ ആക്കിക്കോട്ടെ. പക്ഷെ എന്താണ് എങ്ങനെയാണെന്നെല്ലാം പഠിക്കണം. ഡൗൺലോഡ് നോട്ട്സ് ഡേറ്റാ ബുക്ക്. ഓക്കെ, ഇതാ നോക്കിയേ ഗ്രഷോഫ് നമ്പർ ഇവിടെ. നിങ്ങൾ ഡേറ്റാ ബുക്ക് എടുത്ത് നോക്കുക. അതാണ് ബോയിന്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ വിസ്കസ് ഫോഴ്സ് ഇൻറ്റു ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപെൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ബോയിന്റ് ഫോഴ്സ് ഇൻറ്റു ഇനർഷ്യ ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ് ടു ദ വിസ്കസ് ഫോഴ്സ് എന്ന് നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഇനി ഈ ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിച്ചാലും കുഴപ്പമില്ല. ഈ ഫൈനൽ ഇക്വേഷൻ ഓൾറെഡി നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്. അപ്പൊ അത് നമ്മൾ കാണാൻ പഠിക്കണ്ട. ഇവിടെ ഉണ്ട്. ഇവിടെ മ്യൂ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് മ്യൂ ഈക്വൽ ടു റോ ബൈ ന്യൂ ആണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം മ്യൂവിനെ നമുക്ക് തിരിച്ചെഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി ഈ പറഞ്ഞ ജി ആർ എന്താണ് നോക്കിയേ. ഗ്രഷോഫ് നമ്പർ ഈക്വൽ ടു ജി ബീറ്റ ടി എസ് മൈനസ് ടി ഇൻഫിനിറ്റി എൽ സി ക്യൂബ് ഡിവൈഡ് ബൈ ന്യൂ സ്ക്വയർ എന്നാണ്. ഓ, നിങ്ങൾക്ക് ഇത് കാണില്ല അല്ലേ? ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. അമൽദേവ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, കാണാമല്ലോ അല്ലെ? ജി ആർ എൽ ഗ്രഷോഫ് നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു പിക്ചർ. ഇതിനകത്ത് ഗ്രഷോഫ് നമ്പർ ജി ബീറ്റ ടി എസ് മൈനസ് ടി ഇൻഫിനിറ്റി എൽ ക്യൂബ് ന്യൂ സ്ക്വയർ എന്ന് പറയുന്നത്. ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 9.81. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, കണക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് പറയാം, 1/k. അതുപോലെ ടെമ്പറേച്ചർ ഓഫ് ദ സർഫസ് ടി എസ്, ടി ഇൻഫിനിറ്റി ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്, എൽ സി ക്യാരക്ടറിസ്റ്റിക് ഇൻ ദ ന്യൂ കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട, എല്ലാ ഡേറ്റാ ബുക്കിലുണ്ട്. ഓക്കെ, ഏത് ടേംസ് ഏതൊക്കെയാണെന്നില്ല, അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഗ്രഷോഫ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്നതിന് പകരം ഫ്രീ കൺവെക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഫ്രീ കൺവെക്ഷനെ നാച്ചുറൽ കൺവെക്ഷനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്ന് പറഞ്ഞേ, എടോ കേൾക്കുന്നില്ലേ? ആ സാർ കേൾക്കുന്നുണ്ട്. ഫ്രീ കൺവെക്ഷൻ
ഫ്രീ കൺവെക്ഷനെ നാച്ചുറൽ കൺവെക്ഷനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? എന്താണ് അതിലുള്ള വ്യത്യാസം ഫ്രീ കൺവെക്ഷൻ നാച്ചുറൽ കൺവെക്ഷൻ? ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ പറഞ്ഞിരുന്നു 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ആദ്യം ഒരു പാരാമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതാ ഫ്രീ കൺവെക്ഷൻ ആണോ നാച്ചുറൽ കൺവെക്ഷൻ ആണോ എന്ന് അറിയാൻ പറ്റും. അത് ഏത് പാരാമീറ്ററാ? ഏതാ? ഇപ്പം കേൾക്കാവോ? ഹലോ, കേട്ടില്ല. എടാ, നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഹലോ കേൾക്കാവോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു അത് ഫ്രീ കൺവെക്ഷൻ ആണോ നാച്ചുറൽ കൺവെക്ഷൻ ഫ്രീ കൺവെക്ഷൻ ആണോ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് ഏത് പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഞാനൊരു ചാർട്ട്, ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞു തന്നിരുന്നില്ലേ? വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ ഏതാണ് പാരാമീറ്റർ യൂസ് ചെയ്യേണ്ടത്? എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ? എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. പിന്നെ നമ്മൾ ടർബുലന്റ് ആണോ ലാമിനാർ ആണോ എന്ന് കണ്ടുപിടിക്കുക ഏത് നമ്പറാണ് യൂസ് ചെയ്യുന്നത്? റെയ്നോൾഡ്സ് നമ്പർ. അപ്പൊ ഇവിടെ ഫ്രീ കൺവെക്ഷൻ വരുമ്പോൾ നമുക്ക് വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെന്ന് പറയും. വെലോസിറ്റി തന്നില്ലെങ്കിൽ ഫ്രീ കൺവെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടെ ഇത് കണ്ടുപിടിക്കേണ്ടത് ഗ്രഷോഫ് നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു നമ്പർ എന്ന് പറയുന്നത് റെയ്ലീസ് നമ്പർ ആണ്. റെയ്ലീസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, GR/PR ഈസ് നോൺ ആസ് റെയ്ലി നമ്പർ. അതായത് ഗ്രഷോഫ് ഇൻറ്റു പ്രാൻഡിൽ നമ്പറിനെ എന്ത് പറയും? റെയ്ലീസ് നമ്പർ എന്ന് പറയാം. അതും ഡേറ്റാ ബുക്കിൽ കിടപ്പുണ്ട്. നോക്കിയേ, റെയ്ലീസ് നമ്പർ അതേ കിടക്കുന്നു, എല്ലാം കിടപ്പുണ്ട്. റെഫർ PR ആൻഡ് GR. PR-ഉം GR-യുടെ ഗ്രഷോഫ് നമ്പറും പ്രാൻഡിൽ നമ്പറോട് നമ്മൾ ഡയറക്ട്ലി ചെയ്ത് കഴിഞ്ഞാൽ റെയ്ലീസ് നമ്പർ കിട്ടും. Rayleigh's number is the dimensionless number associated with the buoyancy-driven free convection, natural convection. When the Rayleigh number is below critical value, heat transfer is dominated by conduction. Then heat transfer, and if Rayleigh's number exceeds the critical value, then heat transfer is influenced by convective heat transfer. അതായത് ഒന്നുമില്ല, ഈ റെയ്ലീസ് നമ്പർ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിൽ താന്നു പോയാൽ അത് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറും, അതിൽ കൂടി പോയാൽ അത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. രണ്ടും നടക്കുന്നുണ്ട്, പക്ഷെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഏതാണ് കൂടുതൽ എന്നുള്ളത്. ഓക്കെ, വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, ഒന്നുമില്ല. റെയ്ലീസ് നമ്പർ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഗ്രഷോഫ് നമ്പർ ആൻഡ് പ്രാൻഡിൽ നമ്പർ. ഗ്രഷോഫ് നമ്പർ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ buoyancy and viscosity within the fluid, whereas Prandtl number describes the relationship between moment and diffusivity and thermal diffusivity. ഓരോന്നും ഡേറ്റാ ബുക്കിൽ എന്താണെന്ന് കിടപ്പുണ്ട്. ഇനി RI = GR × PR. അപ്പൊ റെയ്ലീസ് നമ്പർ, ഗ്രഷോഫ് നമ്പർ, ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. ഇതാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, നാച്ചുറൽ കൺവെക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള കണക്കുകൾ 3 ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് നാച്ചുറൽ കൺവെക്ഷൻ: ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വെർട്ടിക്കൽ പ്ലേറ്റ്സ് ആൻഡ് വെർട്ടിക്കൽ സിലിണ്ടർ. അതായത് വെർട്ടിക്കലായിട്ടിരിക്കുന്ന സിലിണ്ടർ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടിരിക്കുന്ന പ്ലേറ്റ്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹൊറിസോണ്ടൽ പ്ലേറ്റ്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സ്ഫിയേഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ സിലിണ്ടേഴ്സ്. ഇത്രയുമാണ്. Then note, in free convection velocity will not be given. Free convection question ആണെങ്കിൽ അതിനകത്ത് വെലോസിറ്റി കാണില്ല. ഓക്കെ, വെർട്ടിക്കൽ പ്ലേറ്റ് ഇരിക്കുന്നു. ശിവകുമാറെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. വെർട്ടിക്കൽ പ്ലേറ്റ്, ദെൻ വെർട്ടിക്കൽ സിലിണ്ടർ, അതിന്റെ പൈഡിയൽ L ഹൈറ്റ്. അപ്പോ എന്താ നോക്കിയേ, ഗ്രഷോഫ് നമ്പർ GR/L = G β ഡെൽറ്റ L³ ν² അത് കിടപ്പുണ്ട്. ഇനി അത് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഫ്രീ കൺവെക്ഷനിൽ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 135 എടുത്തേ. നിങ്ങളുടെ അതിനകത്ത് 142 ആയിരിക്കും, അതായത് ഫ്രീ കൺവെക്ഷൻ എന്ന ഹെഡിങ്ങിലുള്ളത്. എടുത്തോ? ഷെറിൻ ബിജു എടുത്തോ? ഷെറിന് ഇല്ലല്ലേ ഡേറ്റാ ബുക്ക്? ഇല്ല സർ. വൈശാഖ എടുത്തോ? എത്ര പേജ് നമ്പർ എത്ര? അതിനകത്ത് നോക്കിക്കേ, വെർട്ടിക്കൽ സർഫസ് പ്ലേറ്റ് സിലിണ്ടർ ഫസ്റ്റ് കിടപ്പുണ്ട്. പ്രോപ്പർട്ടീസ് ആർ ടു ബി ഇവാലുവേറ്റഡ് TW + T∞/2. താഴെ കിടപ്പുണ്ട് TW T∞ എന്തൊക്കെയാണെന്ന്. Then vertical surface plate or cylinder,
വിത്ത് ഡി ഗ്രേറ്റർ ദാൻ 35 GR എന്ന് കിടപ്പുണ്ട്. ദെൻ ലാമിനാർ GR ഇൻറ്റു PR ലെസ് ദാൻ 10⁹9. ദെൻ അടുത്ത പേജിലേക്ക് വന്ന ആവറേജ് നസൽസ് നമ്പർ കിടപ്പുണ്ട്. അതേപോലെ ഫോർ ലോ വാല്യൂസ് ഓഫ് GR PR. ദെൻ ടർബലന്റ് ആണെങ്കിൽ GR PR ഗ്രേറ്റർ ദാൻ 10⁹9 എന്ന് കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് റെയ്നോൾഡ്സ് നമ്പർ ലാമിനാർ ആണോ ടർബലന്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്? അതായത് അതിൽ തന്നെ കിടപ്പുണ്ട് GR PR, അതായത് റെയ്ലീസ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 10⁹9 താഴെയാണെങ്കിൽ അത് ലാമിനാറും GR PR 10⁹9 കൂടുതലാണെങ്കിൽ അത് ടർബലന്റും ആയിരിക്കും. അക്ഷയ് ഷാജി മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ അതിനകത്തെ കണ്ടീഷൻ. മറ്റേ റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ റോ വി ഡി ബൈ മ്യൂ കണ്ടുപിടിച്ചപ്പോ അത് 2300 താഴെ മേളിലും ആണെങ്കിൽ ലാമിനാറോ ടർബലന്റോ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ GR PR കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ വെർട്ടിക്കൽ പ്ലേറ്റ് ഓഫ് 60 cm ഹൈറ്റ് ഈസ് അറ്റ് 160. ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, ഇത് നിങ്ങൾ ചെയ്തോളൂ. അതിപ്പോ ഇരുന്ന് ചെയ്യണം. എന്താ പറയുന്നത്? ഞാൻ എങ്ങനെയാണ് ഈ മെത്തേഡ് എല്ലാം പറഞ്ഞു തന്നാൽ മതിയോ? നിങ്ങൾ പറ, അത് ഇപ്പം ഇരുന്ന് ചെയ്യണോ? ഹലോ, മറ്റേതൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. ഇത് റെസ്പോണ്ട് ചെയ് അഭിഷേക്. ചെയ്തോളാം അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ വിട്ടുതരാം. സിമ്പിൾ ആണ്, മറ്റേ പോലെ തന്നെ ഉള്ളൂ. ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ എന്നെ അന്നേരം വിളിക്കുക. ഞാൻ ചിലപ്പോൾ അന്നേരം മെസ്സേജ് നോക്കിന്നിരിക്കില്ല, ഒന്ന് കോൾ ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കുക, എ വെർട്ടിക്കൽ പ്ലേറ്റ് ഓഫ് 60 cm ഹൈറ്റ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം അത് വെർട്ടിക്കൽ പ്ലേറ്റിന്റെ കണക്കാണ്. ഇനി അത് ഫ്രീ കൺവെക്ഷൻ ആണോ നാച്ചുറൽ കൺവെക്ഷൻ ആണോ നമുക്ക് ആദ്യം അത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ ബുക്കിൽ പോകാൻ പറ്റൂ. 60 cm ഹൈറ്റ് ഈസ് അറ്റ് 160°C ആൻഡ് ഈസ് എക്സ്പോസ്ഡ് ടു സ്റ്റിൽ എയർ. അപ്പൊ ഇവിടെ ഫ്രീ കൺവെക്ഷൻ തന്നില്ലെങ്കിലും എക്സ്പോസ്ഡ് ടു എന്ന് പറഞ്ഞു തന്നു. പിന്നെന്താ, വെലോസിറ്റി ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി നാച്ചുറൽ കൺവെക്ഷൻ ആണ്. അപ്പൊ നേരെ ഡേറ്റ ബുക്കിലെ പേജ് നമ്പർ 142 അങ്ങ് എടുത്ത് വെക്കുക. ഫ്രീ കൺവെക്ഷൻ, അതിൽ പിന്നെ മാറ്റമൊന്നുമില്ല. ഫ്രീ കൺവെക്ഷൻ ആണെന്ന് കഴിഞ്ഞോ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പേജിൽ പിന്നെ മാറ്റമൊന്നുമില്ല. പിന്നെ നമുക്ക് ആ പേജിൽ കണ്ടുപിടിക്കേണ്ടത് പല കണ്ടീഷനിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ ഡിറ്റർമൈൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ മീറ്റർ. അതായത് QL കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Q/L ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. എ വെർട്ടിക്കൽ പ്ലേറ്റ്, ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് ഉണ്ട്. 60 cm ആണ് അതിന്റെ ഹൈറ്റ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 160°C ആണ്. പ്ലേറ്റ് ആണ്, അല്ല സിലിണ്ടർ അല്ല. വെർട്ടിക്കൽ സിലിണ്ടർ ആണ് സിലിണ്ടർ എന്ന് പറയും. ആൻഡ് ഈസ് എക്സ്പോസ്ഡ് ടു സ്റ്റിൽ എയർ, ഫ്രീ കൺവെക്ഷൻ ആണ്. അപ്പോൾ ഈ എയറിന്റെ ടെമ്പറേച്ചർ എന്താണ്? 100°C. ഡിറ്റർമൈൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. അപ്പൊ നോക്കിയേ, നമ്മൾ ആദ്യം ഡേറ്റ ബുക്കിലേക്ക് പോവാ. ഡേറ്റ ബുക്കിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? അവിടെ തന്നിട്ടുണ്ട് ഡേറ്റ ബുക്കില്. ഇതാ നോക്കിയേ, TF = TW + T∞/2. ഇനി TW എന്താണ്, TF എന്താണ്, T∞ എന്താണ്? എല്ലാത്തിലും ചെയ്യുന്ന പോലെ TW എന്ന് പറഞ്ഞാൽ വോൾ ടെമ്പറേച്ചർ, T∞ എന്ന് പറഞ്ഞാൽ എയറിന്റെ ടെമ്പറേച്ചർ, അതേ /2. അപ്പൊ ആദ്യമേ ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് എല്ലാത്തിനെയും മീറ്ററിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ അതിന്റെ ടെമ്പറേച്ചർ എഴുതുക, T∞ വാല്യൂ എഴുതുക. ഈ ഫിഗറിനൊക്കെ മാർക്ക് ഉണ്ട്, സിമ്പിൾ ഫിഗർ ആണെങ്കിലും പരീക്ഷയ്ക്ക്. ഓക്കെ, ദെൻ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് മീൻ ഫ്രീ ടെമ്പറേച്ചർ കിട്ടുന്നു. അതിനെ ഒന്ന് കെൽവിനിലാക്കി വെക്കുക. അതെന്തിനാണെന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മൾ ഇത് എന്താണ്? എയർ അല്ലേ. എയറിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 34 എടുക്കണം. എന്തിനാണ് ഈ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാൻ. അപ്പൊ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 34 നിന്ന് 130°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കണം. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഈ ഇന്റർപോളേറ്റ് ചെയ്യാൻ ആർക്കും അറിയില്ലല്ലേ? ഇതിനി എഴുതി കാണിക്കാൻ ഇതിൽ പറ്റില്ലല്ലോ. ഇതാന്ന് ഇതിനിടയ്ക്കുള്ള വാല്യൂ അല്ലേ വേണ്ടി 130. അപ്പൊ ഞാൻ ഇതിൽ സിമ്പിൾ ആയിട്ട് പറയാം ഇന്റർപോളേറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന്. ഞാനത് വിട്ടുപോയി, സോറി. 120ക്കും 140ക്കും ഇടയ്ക്കല്ലേ. അപ്പോ ഇവിടെ 130, ഈ 130ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ വാല്യൂ ഒന്നുമില്ല. അത് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് വാല്യൂ, അപ്പർ ആൻഡ് ലോവർ വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്കത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് പലതിലും പഠിച്ചിട്ടുള്ള, മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പൊ ഇവിടെ 130, ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ചെയ്യുന്നത് ഇതേ മൈനസ് ഇത് ഡിവൈഡ് ബൈ ഇതേ മൈനസ് ഇത്, അതേ സെയിം രീതിയിൽ ഇതേ മൈനസ് ഇത് ഡിവൈഡ് ബൈ ഇതേ മൈനസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ എക്സിന്റെ വാല്യൂ മാത്രം അൺനോൺ ആവും, എക്സിനെ കിട്ടുകയും ചെയ്യും. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്?
ഹലോ, മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായോ? വൈശാഖ്, ഇല്ല സാർ, എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഇതിൽ എഴുതി കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതാ ലാപ്പിലായിട്ട്. ഇപ്പൊ ഞാൻ പറയാം, 5, 10, 5, 10. ഇവിടുത്തെ വാല്യൂ 15, 8. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ 8 ഡിഗ്രി സെൽഷ്യസിലെ ബാക്കി പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം. പക്ഷേ ഈ 8 ഡിഗ്രി സെൽഷ്യസിൽ ഇവിടുത്തെ പ്രോപ്പർട്ടി ഇല്ല, 8 ഡിഗ്രി മാത്രമുണ്ട്. ഇപ്പൊ ചെയ്യേണ്ടത് 8 മൈനസ് 5, 8 മൈനസ് 5 ഡിവൈഡഡ് ബൈ 8 മൈനസ് 10. ഓക്കെ, ഈക്വൽസ്, ഇവിടെ എന്താണ്, ഇതിനെ എക്സ് ആയിട്ട് എടുത്ത്, ഈ വാല്യൂ അറിയില്ലല്ലോ. അപ്പം എക്സ് മൈനസ് 15 ഈക്വൽസ് എക്സ് മൈനസ് 15 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 8. അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ. മനസ്സിലായിപ്പം? ഹലോ ഹലോ, നിങ്ങൾക്ക് മനസ്സിലായതേ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള ഇന്റർപോളേഷൻ. ഇതിനകത്ത് ഇന്റർപോളേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഇച്ചിരി ടൈം എടുക്കാൻ വരുന്നത്, ബാക്കിയെല്ലാം ഡാറ്റാ ബുക്കിലേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ, ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ എഴുതി നിങ്ങൾക്ക് അയക്കാം. ഞാൻ ആ കാര്യം വിട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് 130 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം കിട്ടി. റോ, വി, പ്രാൻഡിൽ നമ്പർ, കെ എല്ലാം കിട്ടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വേണ്ടിയത് എന്താണ്? റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വരെ ഇവിടെ ഗ്രഷോസ് നമ്പർ കണ്ടുപിടിക്കണം. ഗ്രഷോസ് നമ്പർ ജി എന്താണ്? 9.81 ആണ്, അത് നമുക്കുണ്ട്. അതേപോലെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? വോൾ ടെമ്പറേച്ചർ മൈനസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അതുകൊണ്ട്. ദെൻ എൽ ഉണ്ട്. എൽ എത്രയാണ് ഇവിടെ? ലെങ്ത് 0.6 മീറ്റർ, അതായത് 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു, അതിനെ മീറ്ററിലേക്കാക്കി, അതുകൊണ്ട്. ദെൻ ന്യൂ ഉണ്ട്. ഇനി നമുക്ക് ഡൗട്ട് വരുന്നത് ബീറ്റയാണ്. ഈ ബീറ്റ എങ്ങനെ കിട്ടും? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഒന്നുമില്ല, നമുക്ക് തന്നിട്ടുള്ള മെയിൻ ഫില്ലിംഗ് ടെമ്പറേച്ചർ അല്ലേ, അതിനെ കെൽവിനിലാക്കിയിട്ട് 1 സാധനം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ബീറ്റ എന്ന് പറയുന്നത്. അതായത് ഒരു മീൻ ഫില്ലിംഗ് ടെമ്പറേച്ചർ നമുക്ക് 130 ഡിഗ്രി സെൽഷ്യസ് കിട്ടി, അതിനെ നിങ്ങൾ നേരെ കെൽവിനിലാക്കുക. ഇപ്പൊ 100 ആണെങ്കിൽ 373 ആക്കി 1 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ബീറ്റ. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഹലോ, ഓക്കെ, അതേ ഉള്ളൂ ബീറ്റ, അതിലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നമുക്ക് GR/PR വാല്യൂ കിട്ടി അതിൽ നിന്ന്. അപ്പോ കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായി അത് 10⁹ താഴെയാണെന്ന് മനസ്സിലായി. അപ്പൊ ഡേറ്റാ ബുക്കിൽ നേരെ പോവുക, ഏത് കണ്ടീഷൻ ആണെന്ന് നോക്കുക. അതൊന്നും 10⁹ താഴെ ആയപ്പോ ഏത് കണ്ടീഷനാണ്? ഈ കണ്ടീഷൻ. അപ്പൊ നമുക്ക് മനസ്സിലായത് ലാമിനാർ ആണ്. ഇതാ ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ലാമിനാർ ഫ്ലോ ആണെന്ന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കുക ലാമിനാർ. കൃത്യമായിട്ട് ഇത് തന്നെ എഴുതി വെക്കണം കേട്ടോ. എന്തുകൊണ്ട് ലാമിനാർ ആയി? GR/PR ലെസ് ദാൻ 10⁹. ഓക്കെ, ദെൻ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റാ ബുക്കിൽ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത്? നോക്കിയാൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ഒന്ന് പോയി നോക്കുക. ഇത് നോക്കുക, ഇവിടെ 10⁴ 10⁹ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ കിടക്കുന്നത് കണ്ടോ? ഇത് നോക്കി, ഹയർ വാല്യൂസ് ഓഫ് GR/PR കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ്. നിങ്ങൾ ആ ഡേറ്റാ ബുക്കിൽ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ തന്നിരിക്കുന്ന ഡെൽറ്റ എക്സ് ആണ്, HX ആണ്. ഇവിടെ നസൽസ് നമ്പറിന്റെ വാല്യൂ എടുത്തിട്ടുണ്ട്, ഇവിടെ ആവറേജ് നസൽ നമ്പറിന്റെ തന്നിട്ടുണ്ട്. ഫോർ ലോ പ്രഷർ 10⁴ താഴെയാണെങ്കിൽ തന്നിട്ടുണ്ട്, ഹയർ വാല്യൂ ആണെങ്കിൽ അത് തന്നിട്ടുണ്ട്. അപ്പോൾ 10⁴ 10⁹ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ നസൽസ് നമ്പറിന്റെ ഈക്വേഷൻ എടുക്കുക. ഓക്കെ, ആ നസൽസ് നമ്പറിന്റെ ഈക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഡയറക്ട്ലി ഇട്ട് കൊടുക്കുക. ദെൻ നസൽസ് നമ്പർ HL/K എന്ന് H കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നോളൂ. ഇപ്പോൾ ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും പോർഷൻ? അമൽദേവ് കേൾക്കുന്നില്ല. ഷെറിൻ ബിജു, ഷെറിനെ മനസ്സിലായോ? മഴയാണ് സാർ, കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായോ ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത്? പറയണോ വീണ്ടും? അല്ല, പറയണോ വേണ്ടോ? ഓക്കെ, വൈശാഖ് ഏകദേശം കിട്ടിയോ? ചെയ്യുമ്പോ ഞാൻ പറയാം. ഓക്കെ,
ദെൻ ആ കണക്ക് ചെയ്യുക. പിന്നെ ഈ കണക്ക് ഞാൻ നിങ്ങൾക്ക് പിന്നെ അസൈൻമെന്റ് ആയിട്ട് തരാം. ഓക്കെ. ദെൻ അടുത്ത കണക്ക് വെർട്ടിക്കൽ സിലിണ്ടറിന്റെ ആണ്. എ വെർട്ടിക്കൽ പൈപ്പ് ഓഫ് 100 mm outside diameter is at 100 degree Celsius and is surrounded by still layer free convection. ഈ ഫ്രീ കൺവെക്ഷൻ ബ്രാക്കറ്റ് ചിലപ്പോൾ തരില്ല കേട്ടോ. സറൗണ്ടഡ് ബൈ സ്റ്റിൽ എയർ, വെലോസിറ്റി തന്നിട്ടില്ല, അത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്, പൈപ്പ് ലെങ്ത് 3 മീറ്റർ ആണ്. അപ്പൊ ഹീറ്റ് ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സെയിം മറ്റേതുപോലെ തന്നെ പോവാ. ടി എഫ് കണ്ടുപിടിച്ചു. പേജ് നമ്പർ 34 ഇന്ന് 60 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്തു. ദെൻ നമ്മൾ ഗ്രഷോഫ് നമ്പർ കണ്ടുപിടിക്കുന്നു. ഗ്രഷോഫ് നമ്പർ ജി ഇട്ട് കൊടുക്കുന്നു. ബീറ്റ കണ്ടുപിടിക്കുന്നു. ബീറ്റ എന്താണ്? 1/k ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ മീൻ കൂളിംഗ് ടെമ്പറേച്ചറിനെ കെൽവിനിലാക്കി 1 ചെയ്യുക. അപ്പൊ അത് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 3 മീറ്റർ ആണെന്നൊക്കെ തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ദെൻ നമ്മൾ ഗ്രഷോഫ് നമ്പർ കണ്ടുപിടിക്കുന്നു. ഗ്രഷോഫ് നമ്പർ ഇത് ടർബുലന്റ് ആണ്, ഗ്രേറ്റർ ദാൻ 10⁻⁹ ആണ്. അപ്പം ഡേറ്റാ ബുക്കിൽ പോവുക. ഡേറ്റാ ബുക്കിൽ നോക്കിയേ ടർബുലന്റ് ഗ്രേറ്റർ ദാൻ നോക്കിയേ. അപ്പോൾ ഇവിടെ താഴോട്ട് കുറെ ഇക്വേഷൻസ് കിടപ്പുണ്ട്. നോക്കിയേ കുറെ ഇക്വേഷൻസ് കിടപ്പുണ്ട്. അപ്പൊ അതിൽ ഇനി ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പൊ നോക്കിയേ ഇത് ടർബുലന്റ് ഫ്ലോ ആണ്. ഇവിടെ നമ്മൾ എന്ത് നോക്കിയേ, ടർബുലന്റ് ഫ്ലോ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആണ് അല്ലെ? സോറി, ഇത് വെർട്ടിക്കൽ പ്ലേറ്റ് ആണല്ലേ. ഇതാ ഇവിടെ നോക്കി ബോത്ത് കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ് ആൻഡ് കോൺസ്റ്റന്റ് വോൾ ടെമ്പറേച്ചർ. അതിനകത്ത് ഏതാണ് എടുക്കേണ്ടത് നോക്കുക. ഇത് നോക്കി ഇവിടെ NU = 0.10 ഉണ്ട്, GR/PR 0.33 ഉണ്ട്. ഓരോ വാല്യൂസ് ഇങ്ങനെ താഴോട്ട് കിടപ്പുണ്ട്. അപ്പോ നമ്മൾ നോക്കുക ഇവിടെ ഏത് കണ്ടീഷൻ ആണ് അപ്ലൈ ആകുന്നത്. ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഉണ്ട്, അതുപോലെ ഹീറ്റഡ് സർഫസ് അപ്പ് ഉണ്ട്, ഇനി ഹൊറിസോണ്ടൽ ലോങ് സിലിണ്ടേഴ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ സിലിണ്ടർ ഉണ്ട്, ലിക്വിഡ് മെറ്റൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട്. നിങ്ങൾ ആ ഡാറ്റാ ബുക്കിലെ പേജ് നമ്പർ കണ്ടോ എത്രയാണെന്നുള്ളത്? ഹലോ, ഒന്ന് നോക്കിക്കേ, എല്ലാം ഒന്ന് ഓടിച്ചു നോക്കിക്കേ ഡാറ്റാ ബുക്കിലെ എല്ലാം. വൺ സെക്കൻഡ് ഒന്ന് നോക്കിക്കേ, എല്ലാം ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഒരു കോൾ എടുത്തോട്ടെ. ഹലോ, ഏതാ ഇക്വേഷൻ കിട്ടിയോ? ഹലോ എടാ, നിങ്ങൾക്ക് കിട്ടിയ ഏതാ ഇക്വേഷൻ? ഹലോ, ആരും ഇല്ലേടാ ഇവിടെ. ഏതാ ഇക്വേഷൻ അസ്യൂം ചെയ്യാൻ പറ്റുമോ? അസ്യൂം അല്ല, വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. കിട്ടിയോ?
ശിവകുമാറെ ഏതായിരിക്കും? ടർബുലന്റ് GRPR എഴുതാൻ ടർബുലന്റ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവിടെ ഒരു ഇത് കിടക്കുക കേട്ടോ. മോർ പോപ്പുലർലി യൂസ്ഡ് നസൽസ് നമ്പർ, കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ്, കോൺസ്റ്റന്റ് വോൾ ടെമ്പറേച്ചർ. നസൽസ് നമ്പർ എല്ലാം നമുക്ക് എടുക്കാം, പലതും നമുക്ക് എടുക്കാം. പക്ഷെ ഏകദേശം ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുക്കുക. 0.10 GRPR 0.333. അപ്പൊ ആ ഇക്വേഷൻ എടുക്കുക. അതിൽ നിന്ന് നമുക്ക് നസൽസ് നമ്പർ കിട്ടും. അതിൽ നിന്ന് H കിട്ടും, H കിട്ടി. അതിൽ നിന്ന് Q കിട്ടും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാം സെയിം ആണ്. ആ ഡേറ്റാ ബുക്കിലെ ഏത് പേജ് നമ്പറിൽ നിന്ന് എടുക്കുന്നേ ഉള്ളൂ. അക്ഷയ് ഷാജി, ഷെറിൻ ബിജു, അമൽദേവ്, അമൽജിത്തെ കേൾക്കുന്നുണ്ടോ പറയുന്നത്? അഭിഷേക് മനസ്സിലായോ ഇപ്പം പറഞ്ഞത്? ഓക്കെ. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആണ്. നമ്മൾ വെർട്ടിക്കൽ പ്ലേറ്റ് ആയിരുന്നു പഠിച്ച്. ഹൊറിസോണ്ടൽ പ്ലേറ്റിനും സെയിം ആണ്. അതിനകത്ത് ഡിഫറൻസ് വരുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നോക്കിയേ, LC ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ HLC കണ്ടുപിടിക്കാൻ വേണ്ടി ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് രണ്ടും ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി വിഷയമാവും. ആ രണ്ട് കണക്ക് ഞാൻ ഇട്ട് തരാം. നിങ്ങൾ ഒരു കണക്ക് ഇന്ന് ചെയ്യുക, എന്നിട്ട് മറ്റേ കണക്ക് നാളെ വൈകിട്ടിനുള്ളിൽ എനിക്ക് അയച്ചു തരിക. ഓക്കെ അല്ലേ? അല്ലെ രണ്ടും ഇന്ന് അയക്കുന്നതായിരിക്കും നല്ലത്. എന്ത് വേണം? ഒരു കണക്ക് എന്തായാലും ഇന്ന് അയക്കണം കേട്ടോ. ഒരെണ്ണം ഇന്ന് അയക്കാം. ഈ നോട്ട് എഴുതണം. ഈ ആദ്യം ഞാൻ എഴുതാനുള്ള നോട്ട് തരാം. ആ നോട്ട് എഴുതുക. നോട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് പോർഷൻസ് തീരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് കണക്കൊക്കെ വെച്ചിട്ട് തരുന്നത്. കാരണം ഇതുപോലെ കുറെ എല്ലാ മൊഡ്യൂളിലും സെയിം കണക്കുകളാണ്, ഫുൾ കണക്കുകളാണ് അങ്ങ് ലാസ്റ്റ് മുതൽ. അതുകൊണ്ട് നമ്മൾ ഈ കണക്കുകളെല്ലാം ചെയ്യാതെ നിങ്ങളെ സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം, പരീക്ഷയ്ക്ക് അത് വന്നു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഡേറ്റ ബുക്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടുന്ന് എടുക്കുന്നു എന്ന് അറിഞ്ഞില്ലെങ്കിൽ പറ്റില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ വരാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അതായത് ഇന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നാച്ചുറൽ കൺവെക്ഷന്റെ കാര്യമാണ് പറഞ്ഞത്. നാച്ചുറൽ കൺവെക്ഷനിൽ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ റെയ്നോൾഡ്സ് നമ്പർ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രഷോസ് നമ്പർ യൂസ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഗ്രഷോസ് നമ്പർ, റെയ്ലീസ് നമ്പർ യൂസ് ചെയ്യും. റെയ്ലീസ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ GRPR വെച്ചിട്ടാണ് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസ് നിർത്താം. ബാക്കി നിങ്ങൾ ഇപ്പം തന്നെ അത് നോട്ട് എഴുതിയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എനിക്ക് അയക്കുക. മറ്റേത് നാളെ അയച്ചാൽ മതി. നാളെ വൈകിട്ട് ഒരു 6 മണിക്കുള്ളിൽ. ഇതുവരെ പെൻഡിങ് നിങ്ങൾ പെൻഡിങ് ഇടല്ലേ. കാരണം തിങ്കളാഴ്ച മുതൽ ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും ഇനി അങ്ങോട്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. എന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി എഴുതുകയും ചെയ്യും. അതിൽ കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യും. ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് തന്നെ ചെയ്യാം. എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രണ്ട് കണക്കൂടെ ചെയ്യാൻ. ഒരു ദിവസം നമുക്ക് മടുപ്പാണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഒരെണ്ണം ചെയ്യാം, നാളെ ഒരെണ്ണം ചെയ്യാം. രണ്ടും കൂടെ നാളെ ചെയ്യാനിരുന്നാൽ പണിയാവും. ചെയ്തിട്ട് എനിക്ക് അയക്കാം. ഓക്കെ? അപ്പൊ ശരി. താങ്ക് യു. താങ്ക് യു സാർ.